ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു തേർഡ് പേഴ്സൺ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ പലരുടെയും റിലേഷൻഷിപ്പ് തകരാറിലാണ്. ഒരുപാട് പേരെന്നെ വിളിച്ചു പറയുന്നു, സാറേ അവളുടെ കൂടെ ഇപ്പോൾ ഒരുത്തനുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അവൻ്റെ കൂടെ ഇപ്പോൾ ഒരുത്തനുണ്ട്, അവനെ കൊണ്ട് ഒരു നിവൃത്തിയില്ല, അവൻ പോകുന്നുമില്ല, എന്നാൽ ഇവളാണെങ്കിൽ അവനെ ഒഴിവാക്കുന്നുമില്ല, രണ്ടുപേരും നല്ല കൂട്ടാണ്, എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന പല ആളുകളുണ്ട്. അല്ലെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, സാറേ സമാധാനം പോയി, അവളോടാണെങ്കിൽ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ അവനോടാണെങ്കിൽ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. എന്തൊരവസ്ഥയാണല്ലേ! ഇങ്ങനെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഇനി അതല്ല, നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ കിടപ്പുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം സമയമില്ലെങ്കിൽ ലൈക്ക് ചെയ്തിടുക, സമയം ഉണ്ടാകുമ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ പറയട്ടെ, ഒരാൾ അങ്ങനെ വരുമ്പോൾ ആ വരുന്ന വ്യക്തിയോട് നമുക്ക് ഹെയ്റ്റ് ഉണ്ടാവും, ദേഷ്യമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി കൂടി അവർക്ക് സപ്പോർട്ടീവായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന സമയത്ത്, സുഹൃത്താണ്, ബെസ്റ്റിയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവളോട് അല്ലെങ്കിൽ അവനോടും നമുക്ക് എന്തുണ്ടാവും? ഒരു ചെറിയ രീതിയിലുള്ള വെറുപ്പെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഈ ദേഷ്യമായിക്കോട്ടെ വെറുപ്പായിക്കോട്ടെ നമ്മുടെ മനസ്സിൽ കടന്നുകൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പറയുന്നത് ആദ്യം. എന്നിട്ട് സൊല്യൂഷനും പറയാം. അങ്ങനെ മനസ്സിൽ ഇത് കയറി പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യനുള്ള, നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾക്കുള്ള ആ ശക്തി നഷ്ടപ്പെടുമെന്ന് പറയാൻ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട്, കാന്തിക ശക്തിയുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നു, അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കും, മാനിഫെസ്റ്റ് ആവും, നമുക്ക് ആകർഷിക്കാനുള്ള പവറൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ ആ പവർ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ദേഷ്യം, വെറുപ്പ് എന്നുള്ളതൊക്കെ. അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു സാധനമുണ്ട്. എന്താണെന്നറിയോ? ഫോഴ്സ് ഓഫ് ലവ് എന്ന് പറയുന്നത്. അഥവാ സ്നേഹത്തിൻ്റെ ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. അതിന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെ നമ്മളിലോട്ട് വലിച്ചടുപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ കാന്തിക ശക്തി കിടക്കുന്നത് അതിലാണ്, ഫോഴ്സ് ഓഫ് ലവിലാണ്. എല്ലാറ്റിനോടും പ്രണയം, എല്ലാറ്റിനോടും ഇഷ്ടം, എല്ലാറ്റിനോടും സ്നേഹം. വ്യക്തികളായിക്കോട്ടെ, വസ്തുക്കളായിക്കോട്ടെ, നമ്മൾ കാണുന്നതിനോട് ഇഷ്ടം, നമ്മൾ കേൾക്കുന്നതിനോട് ഇഷ്ടം, നമ്മൾ അനുഭവിക്കുന്നതിനോട് ഇഷ്ടം, എല്ലാറ്റിനോടും ഇഷ്ടം. അങ്ങനെ ആ ഒരു ഫോഴ്സ് ഓഫ് ലവ് നഷ്ടപ്പെടും തേർഡ് പേഴ്സൺ വരുമ്പോൾ. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷെ നമ്മളിത് അറിയണം. നമ്മുടെ മാഗ്നറ്റിക് പവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവും ആ വ്യക്തി. നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി വേറെ ആരെങ്കിലും കൊണ്ടുപോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് അവരോട് വെറുപ്പോ ദേഷ്യമോ തോന്നിക്കഴിഞ്ഞാലും അത് ഫോർഗീവ് ചെയ്യാൻ, ക്ഷമിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് വേണം. അത് മനസ്സിൽ കൊണ്ടുവച്ച് നടക്കരുത്. ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ തോന്നും, ബട്ട് ലീവ് ഇറ്റ്. അത് വിട്ട് കളയുക, ഫോർഗീവ് ചെയ്യുക. അപ്പോൾ സാറേ അങ്ങനെ ഫോർഗീവ് ചെയ്തുകൊണ്ട് അവർ നമ്മുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു വരുമോ, അല്ലെങ്കിൽ നമ്മളായിട്ട് തന്നെ സെറ്റാവോ എന്നൊക്കെ ചോദിക്കുന്ന പല ആളുകളുമുണ്ട്. കുറച്ച് കാര്യങ്ങളും കൂടി പറയാം, അതുകൂടി ഒന്ന് ഫോളോ ചെയ്യാം. നിങ്ങൾ പരസ്പരം റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് നല്ല നല്ല മൊമെൻറ്റ്സുകൾ ഉണ്ടായിട്ടുണ്ടാവും. അത് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും, അവർക്കും ഉണ്ടായിട്ടുണ്ടാവും. എന്തായാലും നിങ്ങളുടെ മൊമെൻറ്റ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. എന്താണ് എൻ്റെ ഹാപ്പിനെസ്, എന്തൊക്കെ നിമിഷങ്ങളായിരുന്നു, ആലോചിക്കുക. അതിനെല്ലാം നന്ദി പറയുക, ദൈവത്തിനോട് നന്ദി പറയുക, ആ സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തിയോട് നന്ദി പറയുക. ഫീൽ ദാറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങളുടെ ഹാർട്ട് അങ്ങനെ ആവണം. അപ്പോൾ നിങ്ങളുടെ മാഗ്നറ്റിക് പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അട്രാക്റ്റ് ചെയ്യാനുള്ള ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിനോടും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. അങ്ങനെയുള്ളൊരു ഹാർട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നത്. അല്ലാതെ പലപ്പോഴും അങ്ങനൊരു സംഭവം സംഭവിക്കുമ്പോഴേക്കും അവർ ചെയ്ത തെറ്റുകളും പരാതികളും മാത്രമായിരിക്കും നമ്മുടെ മനസ്സിലൂടെ റൺ ചെയ്യുന്നത്. അതിന് പകരം അവരിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള സന്തോഷം, ഹാപ്പിനെസ്, നല്ല മൊമെൻറ്റ്സ്, ഇതെല്ലാം ഓർക്കുക, ഇതെല്ലാം മനസ്സിലൂടെ പോകട്ടെ. അപ്പോഴാണ് നമുക്ക് ആ ഒരു പവർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഫോഴ്സ് ഓഫ് ലവ് എന്ന് പറയുന്ന ആ ഒരു പവറുണ്ട്. ആ പവർ നമുക്ക് വേണം, എങ്കിലേ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
മനസ്സിലായല്ലോ? ഇനി മൂന്നാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇമാജിനേഷനാണ്. ഇമാജിനേഷന് ഭയങ്കര ശക്തിയാണ്. ഈ ഒരു 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് വിഷ്വൽ ചെയ്താലും അത് നിങ്ങളുടെ മനസ്സ് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഞാൻ പറഞ്ഞതല്ല, ജോസഫ് മർഫി പറഞ്ഞതാ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ഒരു മാനസികാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് വേണം ചെയ്യാൻ. ആരോടും വെറുപ്പില്ല, ദേഷ്യമില്ല, പകയില്ല, എല്ലാറ്റിനോടും ഇഷ്ടം, എല്ലാറ്റിനും നന്ദി. ഈ ഒരു മാനസികാവസ്ഥ കിട്ടിയതിന് ശേഷം നിങ്ങൾ മനസ്സിൽ എന്ത് സങ്കല്പിച്ചോ അത് മാക്സിമം ഫീലോടുകൂടി ചെയ്തോ അത് ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. അപ്പോൾ എന്താ നിങ്ങൾ മനസ്സിൽ കാണേണ്ടത്? നിങ്ങളും ആ സ്പെസിഫിക് ആയിട്ടുള്ള വ്യക്തിയും, തേർഡ് പേഴ്സണെ അവിടെ കാണണ്ട കേട്ടോ. ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ മാത്രം നന്നായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് മിങ്കിൾ ചെയ്യുന്ന എന്തെങ്കിലും മൊമെൻറ്റ്സ്, കല്യാണമാവാം, കല്യാണത്തിന് ശേഷമുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം, അത് കണ്ണടച്ചുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുക, ഇമാജിൻ ചെയ്യുക, അത് മാക്സിമം ഫീൽ ചെയ്യുക. അങ്ങനെ ഫീൽ ചെയ്യുന്ന സമയത്ത് അത് സംഭവിക്കും. ഇത് ചെയ്യേണ്ട സമയം നിങ്ങൾക്ക് നൈറ്റ് കിടക്കുന്നതിന് തൊട്ട് മുൻപ് ചൂസ് ചെയ്യാം, അതുപോലെ തന്നെ രാവിലെ എണീറ്റ ഉടനെയും ചൂസ് ചെയ്യാം. അല്ലാതെ പകൽ സമയത്തൊക്കെ നിങ്ങൾ വിഷ്വൽ ചെയ്തുകൊണ്ട് നടക്കരുത്. അത് ഓവർ തിങ്കിങ് ആയിട്ട് മാറിയിട്ട് അത് മറ്റുള്ള പ്രശ്നങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കും. അപ്പോൾ ഇത് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇമാജിൻ ചെയ്യുക, മാക്സിമം ഫീൽ ചെയ്യുക. തേർഡ് പേഴ്സൺ വന്നാലൊന്നും നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല, എവിടെയും പോകത്തില്ല, നിങ്ങളുടെ സ്വന്തമായിട്ട് തന്നെ അവിടെ ഉണ്ടാവും എപ്പോഴും. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഫോർഗിവ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ശ്രദ്ധിക്കുക, പിന്നെ അതുപോലെ തന്നെ മൂന്നാമത് പറഞ്ഞ ഇമാജിനേഷൻ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുറച്ച് തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ സാറേ ഇത് അപ്ലൈ ചെയ്യാൻ ഭയങ്കര റിസ്ക്കാണ്, ബുദ്ധിമുട്ടാണ്, അങ്ങനെയൊക്കെ തോന്നുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് പേഴ്സണലായിട്ടുള്ള ഗൈഡൻസ് ഉണ്ട്. ആ ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നം എന്താണ്, നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നത് എന്നുള്ളത് പറയുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞു തരും. ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യും. കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രോപ്പർ ആക്ടിവിറ്റീസിലൂടെ പോകുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ, ഈ തിയറി പഠിക്കുന്നത് പോലെയല്ല, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയെ അട്രാക്റ്റ് ചെയ്യാനും, ഇപ്പോൾ തേർഡ് പേഴ്സൻ്റെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്തെങ്കിലും ഒരു റീസണിൻ്റെ പേരിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവുകയും ചെയ്യും. നിങ്ങൾ ഹാപ്പി ആയിട്ട് അവരുമായിട്ട് നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ. എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ടോ ഹെൽപ്പോ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. വിളിക്കാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കുകളോ മറ്റോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ആ ടോപ്പിക്കോ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് ഇടുകയോ അല്ലെങ്കിൽ താഴെ കമൻറ്റ് ആയിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.